ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ ഒരു ഡോട്ടിൽ തന്നെ ഫൗണ്ടേഷൻ നല്ലോണം ഡിഫറൻസ് അറിയിക്കുന്ന ഒരു ഫൗണ്ടേഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇതൊരു മിനി ഫൗണ്ടേഷനാണ്. അതുകൂടാഞ്ഞിട്ട് ഞാൻ 3 മിനി ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ്സാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വേഗം തന്നെ കടക്കാം. ഫേസസ് കാനഡയുടെ 3-in-1 ഫൗണ്ടേഷനാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഫൗണ്ടേഷൻ ഇപ്പോഴും ട്രെൻഡിങ് ആയൊരു ഫൗണ്ടേഷനാണ്. അതുപോലെ പല ഇൻഫ്ലുവൻസേഴ്സും ബ്യൂട്ടി വ്ളോഗേഴ്സും ഒക്കെ ഇത് പ്രൊമോഷൻ ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു ഫൗണ്ടേഷൻ്റെ 3 ഷെയ്ഡ്സാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. റോസ് ഐവറി 011, വാം നാച്ചുറൽ 021, അബ്സല്യൂട്ട് ഐവറി 012, ഇങ്ങനെ 3 ഷെയ്ഡ്സാണ് ഞാൻ പറയുന്നത്. ഇതിൽ 6 ഷെയ്ഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 3 ഞാനിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനിയുള്ള 3 എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ കാരമൽ നാച്ചുറൽ 023 ആണ്, സെക്കൻഡ് വൺ മീഡിയം നാച്ചുറൽ 022 ആണ്, ലാസ്റ്റ് എന്ന് പറയുന്നത് വാം സാൻഡ് 042. നിങ്ങൾ ഈ ഒരു ഫൗണ്ടേഷൻ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മുഖത്തിന് മാച്ചായ നിങ്ങളുടെ സ്കിന്നിന് മാച്ചായ ഒരു ഫൗണ്ടേഷൻ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഫൗണ്ടേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ മുഖത്തിന് ഒട്ടും ചേരില്ല, പുറത്തേക്ക് ഭയങ്കര ബോറായിട്ട് അവർക്ക് മനസ്സിലാവും നിങ്ങൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്ന വിധത്തിലായിരിക്കണം നമ്മൾ മേക്കപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് തന്നെ ഫൗണ്ടേഷനാണ്. അപ്പോൾ നിങ്ങൾ അവരൊരു ചാർട്ട് തന്നിട്ടുണ്ട് ഈ ഒരു ഫൗണ്ടേഷൻ നിങ്ങൾ മേടിക്കേണ്ടത് ഏതൊക്കെ രീതിയിലാണെന്നുള്ളത്. ഫെയർ സ്കിന്നിനുള്ളതും അതേപോലെ തന്നെ ഫെയർ സ്കിന്നിൽ ന്യൂട്രൽ ആയിട്ടുള്ളവർക്കും വീറ്റിഷ് ആയിട്ടുള്ളവർക്കും അതേപോലെ ഡസ്കി സ്കിന്നുള്ളവർക്കൊക്കെയുള്ള ഷെയ്ഡ്സ് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ മാച്ച് ചെയ്തിട്ട് ഏതാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് മാച്ച് ആയിട്ടുള്ളത് നിങ്ങൾ നോക്കിയിട്ട് മേടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലെ കാര്യങ്ങളിൽ കിടക്കാം. ആദ്യം നമുക്ക് റോസ് ഐവറി 011 കുറിച്ച് പറയാം. ഇതൊരു 18 ml പ്രൊഡക്റ്റാണ്. ഒരു ഓയിൽ ഫ്രീ മാറ്റ് ഫിനിഷ് ടൈപ്പാണ് ഈ ഒരു ഫൗണ്ടേഷൻ തരുന്നത്. ലൈറ്റ് സ്കിൻ ടോണിന് മാച്ചാണ് ഈ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ക്രീം ടെക്സ്ചറും ആണ്. ഒരു മീഡിയം കവറേജ് എന്തായാലും തരുന്നുണ്ട്, പെട്ടെന്ന് ബ്ലെൻഡ് ആകുന്നുണ്ട്. ഇതൊരു 3-in-1 ഫൗണ്ടേഷനാണ് നേരത്തെ പറഞ്ഞ പോലെ. സോ ഇതിൽ ഫൗണ്ടേഷൻ പ്ലസ് മോയ്സ്ചറൈസർ പ്ലസ് SPF 30 ഉണ്ട്. അപ്പോൾ ഇതൊന്നും ഇടാതെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും അപ്ലൈ ചെയ്യാണ്ട് തന്നെ ഈ ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഇനി ഇതൊക്കെ സ്കിൻ കെയറിൽ ചെയ്തിട്ട് ഇത് അപ്ലൈ ചെയ്യുന്നവരായാലും കുഴപ്പമില്ല. ഇത് 24 hour പ്രൊട്ടക്ഷൻ ആണ് ഇവർ പറയുന്നത്. ഒരു 12 hour പ്രൊട്ടക്ഷൻ എങ്കിലും ഇത് തരുന്നുണ്ട്, അത് തന്നെ ധാരാളമാണ്. ഇനി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അലോ എക്സ്ട്രാക്റ്റ് ഉണ്ട്, പിന്നെ വിറ്റമിൻ സിയും ഉണ്ട്. ഈ ഇൻഗ്രീഡിയൻസ് അൺഈവൻ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അതേപോലെ വിറ്റമിൻ സി എന്ന് പറയുന്നത് ഒരു ബ്രൈറ്റർ ലുക്കിംഗ് സ്കിന്ന് തരാനും അലോവേര ഹൈഡ്രേഷൻ തരാനും ഹെൽപ്പാക്കുന്നുണ്ട്. ഇതൊരു ലൈറ്റ് വെയ്റ്റ് കൂടിയായ ഒരു പ്രൊഡക്റ്റാണ്. ഡാർക്ക് സർക്കിൾസ് ഒക്കെ കവർ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മിനി ആയതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇത് വീഗൻ ആണ്, അതേപോലെ ആൽക്കഹോൾ ഫ്രീ ആണ്, പാരബൻ ഫ്രീ കൂടിയാണ്. ഇതിൻ്റെ ഷെയ്ഡ് കളറാണ് ഈ കാണുന്ന വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇത് ഉപയോഗിച്ചതിന് ശേഷമുള്ള ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറൻസ് തന്നെയാണ്. എൻ്റെ ഒറിജിനൽ സ്കിന്നും ഈ ഒരു പ്രൊഡക്റ്റ് തേച്ചതിന് ശേഷമുള്ള ഒരു സ്കിന്നിൻ്റെ ഡിഫറൻസ് നമുക്ക് കളർ ഷെയ്ഡ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി. അപ്പോൾ തന്നെ ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല ഡിഫറൻസ് നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മളുടെ മുഖത്തും കാണാനായിട്ട് പറ്റും. അപ്പോൾ സാധാരണ നമ്മൾ കുറേ ഡോട്ട് ഇട്ട് കൊടുക്കും ഫൗണ്ടേഷൻ യൂസ് ആക്കുമ്പോൾ എന്ന് പറയുന്നത്, പക്ഷേ ഇതിൽ നമുക്ക് ഒരു ഡോട്ട് തന്നെ ധാരാളമാണ്. അതുകൊണ്ടാണ് ഇത് മിനി ഫൗണ്ടേഷൻ നമുക്ക് കുറേ ക്വാണ്ടിറ്റി തന്നെ ഉണ്ടാവും ഉപയോഗിക്കാനായിട്ട്. അങ്ങനെ എടുക്കുന്നതുകൊണ്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളവർക്ക് ഈ ഒരു മിനി ഫൗണ്ടേഷൻ വളരെ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 325 ആണ്. നമുക്ക് 200 റുപ്പീസിന് വരെ ഇത് നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആമസോണിൽ ഇത് 276, മിന്ത്രയിൽ 299, പർപ്പിളിൽ 289, നൈക്കയിലും 289, ഫ്ലിപ്കാർട്ടിൽ 276 ആണ്. നിങ്ങൾക്കപ്പോൾ ഏത് ആപ്പാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അതിൽ നോക്കി നിങ്ങൾക്ക് എന്തായാലും പർച്ചേസ് ചെയ്യാം. നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് വാം നാച്ചുറൽ 021 എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇതും 18 ml പാക്കാണ് വരുന്നത്. നേരത്തെ നമ്മൾ റോസ് ഐവറിയിൽ ഷെയ്ഡിനെ കുറിച്ച് എന്തൊക്കെയാണോ പറഞ്ഞ് അതേ കാര്യങ്ങൾ തന്നെയാണ് ഇതിലും വരുന്നത്. ഇതും വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്യാനായിട്ട് നോക്കുക. സോ നമുക്ക് നല്ല ഡിഫറൻസ് കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ വീഡിയോയും കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ സ്കിന്നും ഈ ഒരു സാധനം അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ഇതിൽ കാണാം. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മറ്റേതിനേലും ഡിഫറൻസ് ഉണ്ടാവും. എല്ലാ ഷെയ്ഡിനും ഡിഫറൻസ് ആയിട്ടുള്ള റേറ്റാണ്.
അപ്പോൾ 325 തന്നെയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ ആമസോണിൽ 230ക്കും പേർപ്പിളിൽ 289, ഫ്ലിപ്കാർട്ടിൽ 274, മിന്ത്രയിൽ 299, നൈക്കയിൽ 289ലും കിട്ടും. ആമസോണിലാണ് കുറച്ചും കൂടി വില കുറവ് വരുന്നത്. അപ്പോൾ ഈ ഒരു മിനി ഫൗണ്ടേഷൻ 50 ml നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ബട്ട് ക്യാഷ് അധികം ഡിഫറൻസ് വരില്ല. സോ 18 ml മേടിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലത്. ലാസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ഐവറി 012 എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡാണ്. ഈ ഷെയ്ഡും 18 ml തന്നെയാണ്. ഇതിൻ്റെ വീഡിയോയും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇത് വളരെ കുറച്ച് ഡോട്ട് മാത്രം എടുക്കുക. എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ സ്കിന്നിലെ ഡിഫറൻസും അത് അപ്ലൈ ചെയ്തതിനുള്ള ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നതും 18 ml ആയതുകൊണ്ട് തന്നെ ഇതിനും 325 തന്നെയാണ് റേറ്റ് വരുന്നത്. ഈ പ്രൊഡക്റ്റിൻ്റെ ആമസോണിലത് 276നും ഫ്ലിപ്കാർട്ടിൽ 289നും പർപ്പിളിൽ 289നും നൈക്കയിൽ 276ഉം മിന്ത്രയിൽ 299നും ഇത് അവൈലബിൾ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലാണ് കുറച്ചും കൂടി വില കുറവുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതിലാണെന്ന് വെച്ചാൽ മേടിക്കാം. ഇത്രയാണ് അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു ഫൗണ്ടേഷൻ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് 18 ml പ്രൊഡക്റ്റ് തന്നെ മേടിച്ചിട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് പിന്നെ യൂസ് ചെയ്യാം. അങ്ങനെയുള്ള നല്ലൊരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയും നേരം കണ്ടതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങളും ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കൂടി ഇതിൽ കമൻറ്റ് ചെയ്തിടണം. അത് മറ്റുള്ളവർക്കും കൂടി ഹെൽപ്പാവും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത്. ഓക്കെ, ബൈ.